ഒരു ഡെപ്യൂട്ടി കളക്ടർ റിട്ടയർ ചെയ്തതിന് ശേഷം ഈ ബിസിനസ്സിൽ വരുമ്പോൾ അവർ വേറെ എന്തൊക്കെയാണ് ചിന്തിച്ചത്. ചില ആൾക്കാർ ചിന്തിച്ചത് ഒരുപക്ഷെ ഡെപ്യൂട്ടി കളക്ടർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ചിന്താഗതിക്കാരെയാണ് എനിക്ക് ആദ്യം ഫേസ് ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ തഹസിൽദാരായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനൂപ് സാറും അനീഷ് സാറും ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു 10-15 വർഷത്തെ പരിചയമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അവരുടെ വീട്ടിലേക്ക്. പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ഒരു ഗസറ്റിന്റെ കോപ്പി ആയിട്ട് ഒരു ദിവസം വീട്ടിൽ വന്നു. നമ്മുടെ ബിസിനസ് പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, എങ്കിലും വളരെ ആവേശത്തോടു കൂടിയാണ് അവരെ പറഞ്ഞത്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് വീണ്ടും വളരെ നന്നായിട്ട്, കാര്യം ഒരു സെറ്റ് ബാക്ക് വന്നതിന് ശേഷം പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഈ ഒരു ഇൻഡസ്ട്രിയെ അംഗീകരിച്ചു. അതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് അവർ വന്നത്. അപ്പം അവര് പ്ലാൻ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ കേട്ടില്ല, ശരിക്കും ശ്രദ്ധിച്ചില്ല. കാര്യം ആ ഒരു സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, തഹസിൽദാരായിട്ട് ജോലി ചെയ്യുന്നു, മറ്റൊരു കാര്യങ്ങളിലും സമയം ചെലവഴിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടില്ല. എങ്കിലും അവർ വന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആ ഒരു ആവേശം കണ്ടും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു താല്പര്യം കൊണ്ടും ബിസിനസ് ആരംഭിച്ചു. ഞങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാർ, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, ശരൺ സാറ്, നിതിൻ ബാബു സാറ്, അതുപോലെ തന്നെ മിഥുൻ വി കുമാർ, ഇന്ന് അവരൊക്കെ ITCമാരാണ്. അങ്ങനെയുള്ള കുറെ ആൾക്കാരെയും ഒക്കെ പോയി കണ്ടു. അതുപോലെ തന്നെ ഇന്നിപ്പം NDC റാങ്കിൽ നിൽക്കുന്ന അച്ചു അനിരുദ്ധൻ, ഷിജു ഗോപിനാഥ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരെ കണ്ട് അവരെ ബിസിനസ്സിൽ കൊണ്ടുപോകും. പിന്നീട് 2017 ജൂലൈയിൽ ഞാൻ ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത അന്ന് തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡയമണ്ട് ലീഡറായിട്ടുള്ള അനൂപ് സാറും അനീഷ് സാറും വീട്ടിൽ വന്നിരുന്നു, എന്നെ കാണാനായിട്ട് വന്നിരുന്നു, അന്ന് രാത്രി തന്നെ. അപ്പൊ എന്നോട് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സാറേ, അപ്പൊ ഇനി സാറ് ബന്ധനങ്ങളെല്ലാം വിച്ഛേദിച്ചു, സാറ് 100% സ്വതന്ത്രനായി, നാളെ മുതൽ നമുക്ക് ബിസിനസ് ചെയ്യണം, ഇനി സാറ് ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം. പക്ഷെ ആ ആലോചന ഇങ്ങനെ നീണ്ടു പോയി. ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ കഴിഞ്ഞു, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആയപ്പോൾ എന്നോട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, സാറേ, ഭ്രമരം എന്നൊരു പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടക്കുന്നു. നമ്മുടെ മൊബീൻ സാറിൻ ആണ് അത് നേതൃത്വം നൽകുന്നത്. നമ്മളെല്ലാവരും കൂടെ, നമ്മുടെ ടീമിലെ എല്ലാവരും കൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് സാറ് പങ്കെടുക്കണം. ബിസിനസ്സിൽ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, പല ആൾക്കാരും പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഈ ബിസിനസ്സിനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പല ആൾക്കാരും ഇത് പാർട്ട് ടൈം ആയിട്ടാണ്, ഇപ്പൊ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പല ആൾക്കാർക്കും ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നും, ഞങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, ആ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഈ ബിസിനസ് ചെയ്യണമെന്നാണോ സാറ് പറയുന്നത്? അങ്ങനെയല്ല, അത് നിങ്ങൾ സ്വയം തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. നമുക്ക് കിട്ടുന്ന ശമ്പളം, ഒരു മാസം മുഴുവൻ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം, ഗവൺമെന്റ് മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ നിന്നോ ഒരു 30,000 രൂപ മുതൽ 50,000 അല്ലെങ്കിൽ 60,000, ആ റേഞ്ചിലൊക്കെയാണ് സാധാരണക്കാർക്ക് ശമ്പളം കിട്ടുന്നത്, അല്ലേ? ഇവിടെ കമ്പനി നമുക്ക് തരാമെന്ന് പറയുന്നത് ആഴ്ചയിൽ 2,10,000 അതായത് മാസത്തിൽ 8,40,000. ഒരു മാസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുമ്പോഴാണ് ഈ 30,000 40,000 ഒക്കെ കിട്ടുന്നത്. അതും നമ്മളൊരു കടയിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് 15,000 രൂപയൊക്കെയാണ്. എന്തിനാ? എറണാകുളത്ത് BTech കഴിഞ്ഞവർക്കും MBA കഴിഞ്ഞവർക്കൊക്കെ തുടക്കത്തിൽ കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 10,000 12,000 ഒക്കെയാണ്. അതായത് 10, 15, 20 വർഷത്തിലേറെ പഠിച്ചിട്ട് ഒരു ജോലി കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 10,000 12,000 രൂപയൊക്കെയാണ് തുടക്കത്തിൽ. ഇവിടെ കമ്പനി നമുക്ക് തരാമെന്ന് പറയുന്നത് മാസത്തിൽ 8,40,000 തരാമെന്ന് പറയല്ല, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കമ്പനി കൊടുത്തു കഴിഞ്ഞു, അല്ലേ? ഇനിയും കൊടുക്കും. 17.5 ലക്ഷം ബിസിനസ് വോളിയം നമ്മൾ 2 ഓർഗനൈസേഷനിലും കൊണ്ടുവരികയാണെങ്കിൽ നമുക്കും കിട്ടും, ഏതൊരാൾക്കും കിട്ടും. ഇന്നേ വരെ കമ്പനി ഒരാൾക്ക് പോലും കടം പറഞ്ഞിട്ടില്ല, ഈ ആഴ്ച തരാൻ പൈസ ഇല്ല, അടുത്ത ആഴ്ച തരാം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വരുമാനമെല്ലാം മാറ്റിവെച്ചിട്ടുണ്ടോ കമ്പനി? നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഇന്ത്യയിൽ കൃത്യമായിട്ടും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് വരുമാനം കൊടുത്തിരിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ,
അത് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അഭിമാനത്തോടുകൂടി ചെയ്യുന്ന ഈ കമ്പനി തന്നെയാണ്. ഒരു ഡെപ്യൂട്ടി കളക്ടർ റിട്ടയർ ചെയ്തതിന് ശേഷം ഈ ബിസിനസ്സിൽ വരുമ്പോൾ അവർ വേറെ എന്തൊക്കെയാണ് ചിന്തിച്ചത്. ചില ആൾക്കാർ ചിന്തിച്ചത് ഒരുപക്ഷെ ഡെപ്യൂട്ടി കളക്ടർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ചിന്താഗതിക്കാരെയാണ് എനിക്ക് ആദ്യം ഫേസ് ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെ ബിസിനസ്സിൽ വന്നു, മുന്നോട്ട് പോയി. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ റിട്ടയർമെന്റിന് ശേഷം എൻ്റെ പ്രായം അന്ന് 56 കഴിഞ്ഞു, 57 ആ പ്രായത്തിലാണ് ഞാൻ ഈ ബിസിനസ്സുമായിട്ട് വളരെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ അപ്രോച്ച് ചെയ്തു. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാർ വന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു. 2018 വെള്ളപ്പൊക്കം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പ്രത്യേകിച്ച് ആലപ്പുഴയിലും കുട്ടനാടും ഒക്കെ അന്ന് വീട്ടിന്റെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അന്ന് ആ ഓഗസ്റ്റ് മാസത്തിൽ അത്യാവശ്യം ഒരു ചെറിയ ടീമിനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നെങ്കിലും ആ വെള്ളപ്പൊക്കത്തിൽ അത് ഒലിച്ചുപോയി. വീണ്ടും ഇറങ്ങാനായിട്ട് എനിക്ക് പ്രചോദനം നൽകുന്ന അപ്പൊ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. കമ്പനി 2ാമത്തെ ഇന്റർനാഷണൽ കൺവെൻഷൻ അനൗൺസ് ചെയ്തു, ദുബായ് കൺവെൻഷൻ. അപ്പൊ അത് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിച്ചത് ഈ ബിസിനസ് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്, എനിക്കത് ബാധകമല്ല എന്നുള്ള രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചതേ ഇല്ല. പക്ഷെ ഒരു ദിവസം അനൂപ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നമുക്കൊരു പ്ലാനിങ് നടത്തണം. ഞാൻ ചോദിച്ചു എന്തിൻ്റെയാ? ദുബായ് കൺവെൻഷൻ സാർ അറിഞ്ഞല്ലോ, നമുക്ക് അതിൻ്റെ അകത്ത് പങ്കെടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ടീമൊന്നുമില്ല. അപ്പം ആ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്റ്റാർ പോലും അല്ല നമ്മുടെ ടീമിൽ. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, സാറിന് പറ്റും. അങ്ങനെ അനൂപ് സാറിൻ്റെ ഒരു അഡ്വൈസിൽ പതുക്കെ അതിനുവേണ്ടി ശ്രമിച്ചു. എൻ്റെ ഓർമ്മയിൽ അത് 3 മാസം 12 ആഴ്ചയായിരുന്നു അന്നത്തെ ടാർഗറ്റ്. 12 ആഴ്ച കൊണ്ട് 3.5 ലക്ഷം ബിസിനസ് വോളിയം കൊണ്ടുവരണം. അപ്പൊ അതിന്റെ പകുതി സമയമായപ്പോഴത്തേക്ക് ഒരു 15% ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പക്ഷേ അനൂപ് സാറും അനീഷ് സാറും ഭയങ്കരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ, ആ ടാർഗറ്റിന്റെ അവസാനത്തെ ആഴ്ചയിൽ, 12ാമത്തെ ആഴ്ചയിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും 3.5 ലക്ഷം ബിസിനസ് വോളിയം വരുമ്പോൾ ഞാൻ TC റാങ്കിലെത്തി. അങ്ങനെ TC റാങ്കിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വെള്ളപ്പൊക്കം വരുന്നത്. ഒലിച്ചുപോയി, വീണ്ടും ഇറങ്ങി, വീണ്ടും പുതിയൊരു ടീമിനെ കൊണ്ടുവന്നു. പക്ഷേ എൻ്റെ കൂടെ വന്ന ആൾക്കാർ അത്യാവശ്യം നന്നായിട്ട് ബിസിനസ് ചെയ്തത് കൊണ്ട് തന്നെ 1 വർഷം ആവുന്നതിന് മുമ്പ് എനിക്ക് STC റാങ്കിലേക്ക് എത്താൻ പറ്റും. പിന്നീട് ഞാൻ മനസ്സിൽ കരുതിയിരുന്നത്, അതായത് ഭ്രമരം എന്ന പ്രോഗ്രാം പങ്കെടുത്തപ്പോഴത്തേക്ക് മനസ്സിൽ ടാർഗറ്റ് വെച്ചിരുന്ന ആ ഒരു കാര്യം 3 വർഷം കൊണ്ട് RTC ആവുക. അന്ന് എനിക്ക് കൂടുതലൊന്നും ബിസിനസിനെ കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്നേക്കാൾ ശക്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ധാരാളം ആൾക്കാർ, എന്നേക്കാൾ സ്വപ്നങ്ങളുള്ള ധാരാളം ആൾക്കാർ എൻ്റെ ടീമിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഭവിച്ചു. 2020 ജനുവരി മാസം 24-ാം തീയതി അവസാനത്തെ ആഴ്ചയിൽ എനിക്ക് RTC എന്നുള്ള റാങ്കിൽ എത്താൻ പറ്റി. അതിനോടൊപ്പം സീലിംഗ് അച്ചീവറുമായിട്ട് മാറി. അതായത് 3 വർഷം കൊണ്ട് ആകണം എന്ന് വിചാരിച്ച ഒരു കാര്യം ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം, എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ടുകൂടി എനിക്ക് 2 വർഷം പോലും ആകുന്നതിന് മുമ്പ്, ഞാൻ ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് 2018 മാർച്ച് മുതലാണ്. അതായത് 2018 ഏപ്രിൽ 18-ാം തീയതിയാണ് ഭ്രമരം നടക്കുന്നത്. അതിനുശേഷം ഒരു RTPയിൽ പങ്കെടുത്തു. ആ RTPയിൽ പങ്കെടുത്തതിന് ശേഷമാണ് കൃത്യമായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ 2 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് RTC എന്നുള്ള റാങ്കിലേക്ക് എത്താൻ പറ്റി, സീലിംഗ് അച്ചീവർ ആകാൻ പറ്റി. അത്യാവശ്യം ഈ ബിസിനസിനെ കുറിച്ചും വളരെ നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഞാനിത് പറയാൻ കാര്യം, ഒന്ന് കോഴിക്കോടുമായിട്ടുള്ളൊരു ബന്ധം. ഒരുപക്ഷെ ആ ഒരു പ്രോഗ്രാമിൽ അന്ന് നിർബന്ധിച്ച് അനൂപ് സാറും അനീഷ് സാറും എന്നെ പങ്കെടുപ്പിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സംശയമായിരുന്നു ഈ പ്രായത്തിൽ. കാര്യം ഞാൻ റിക്രൂട്ട് ചെയ്ത ധാരാളം ആൾക്കാരെ നിങ്ങൾക്കറിയാം. നിതിൻ ബാബു സാറ് ഇന്ന് ITC റാങ്കിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ മിഥുൻ വി കുമാർ ITC റാങ്കിൽ നിൽക്കുന്നു. ശരൺ കുമാർ സാറ് ITC റാങ്ക്. ഇവരെല്ലാം ചെറുപ്പക്കാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഈ ബിസിനസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഇത്രയും പ്രായമുള്ള എനിക്ക് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആ ഒരു സംശയം എനിക്ക് മാറ്റിത്തന്ന പ്രോഗ്രാമാണ് ഭ്രമരം. അപ്പം അതുകൊണ്ട് തന്നെ കോഴിക്കോടുമായിട്ട് എനിക്ക്
നല്ല രീതിയിലുള്ള ഒരു ആത്മബന്ധമുണ്ട്. ധാരാളം സുഹൃത്തുക്കളും ഉണ്ട്. അനിൽ സാറ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന എൻ്റെ അടുത്ത സുഹൃത്താണ്. വളരെ നന്നായിട്ട് വളരെ സൈലന്റ് ആയിട്ട് ബിസിനസ് ചെയ്യുകയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കാണിച്ച് ആൾക്കാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനിൽ സാർ. അപ്പം അനിൽ സാറുണ്ട്, അതുപോലെ തന്നെ അവിടെ നിങ്ങളുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ബെന്നി സാറ്, അതുപോലെ തന്നെ ശൈലേഷ് സാറ്. അപ്പൊ ഇവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം വർഷങ്ങളായിട്ട് തന്നെ എനിക്കുണ്ട്. അതായത് ബെന്നി സാറും ഞാൻ നിങ്ങളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് നടത്താനോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനോ ഒന്നുമല്ല വന്നത്. കാര്യം അവിടെ നിങ്ങൾ നല്ല കുറേ ലീഡേഴ്സ് നിങ്ങൾക്കുണ്ട്. ബെന്നി സാറും ശൈലേഷ് സാറും അങ്ങനെ ധാരാളം ആൾക്കാർ. അപ്പൊ അവരൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഒരു CTC ലീഡറായിട്ട് മാറാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ഒരു ബിലീഫ് ലെവൽ. നമ്മുടെ ടീമിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് വിശ്വാസം എന്നുള്ളത്. ഞാനിപ്പം ഓരോരുത്തരെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിൽ പല ആൾക്കാരും ഈ 2,10,000 കിട്ടും എന്ന വിശ്വാസം ഇല്ലാത്തവരാണ്. ബിസിനസ് ചെയ്യുന്നു, വരുമാനം വാങ്ങിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പം കിട്ടുമായിരിക്കാം എന്ന് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് ആദ്യമേ എൻ്റെ ലീഡേഴ്സിനോട് പറയാനുള്ളത്, വിശ്വാസത്തോടു കൂടി മാത്രം ഈ ബിസിനസ് ചെയ്യുക. നമ്മൾ ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയിൽ എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ, വിശ്വാസക്കുറവാണ്. അതായത് ദൈവം ഇതെല്ലാം നമുക്ക് നടത്തി തരുമെന്നുള്ള വിശ്വാസം ഇല്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്? അതുകൊണ്ട് എപ്പോഴും എവിടെയും വിശ്വാസത്തോടു കൂടി മാത്രം പ്രവർത്തിക്കും. നമ്മൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ ഈ ബിസിനസ്സിൽ വിജയിക്കും. 2,10,000 എന്ന് പറയുന്നത് ചിലപ്പം അതിനെക്കുറിച്ച് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ആ എമൗണ്ട് നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാനായിട്ട് 1 വർഷമോ 2 വർഷമോ ഒക്കെ കഴിയും ചിലപ്പോൾ. പക്ഷേ ഈ ബിസിനസ്സിൽ വിജയിക്കും, ഇതിലൂടെ ഒരു അച്ചീവർ ആകും എന്നുള്ള വിശ്വാസം, അത് നമുക്കൊരു 2-3 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 2-3 മാസം കൊണ്ടോ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കാര്യം ആ 2-3 മാസം കൊണ്ട് തന്നെ നമുക്ക് ധാരാളം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും. ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും മാത്രമേ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഞാൻ അടിവരയിട്ട് പറയാം, വിശ്വാസം ഇല്ലാതെ നിങ്ങൾ ഈ ബിസിനസ് ചെയ്താൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ മുന്നോട്ട് പോകത്തുമില്ല, ഒരു അച്ചീവർ ആകത്തുമില്ല. അപ്പം വിശ്വാസം വളർത്തണം. പല ആൾക്കാരും വിചാരിക്കുന്നത് ബെന്നി സാറിന് പറ്റുമായിരിക്കും, അനൂപ് സാറിന് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അനീഷ് സാറിന് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ മൊബീൻ മുഹമ്മദ് സാറിന് പറ്റുമായിരിക്കും. എനിക്ക് പറ്റത്തില്ല. കാര്യം ഞാനൊരു സാധാരണക്കാരനല്ലേ. എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടല്ലോ. എനിക്ക് ഈ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സുഹൃത്തുക്കളില്ലല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. അതൊക്കെ എടുത്ത് മാറ്റും. കാര്യം വളരെ സാധാരണക്കാർ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ ആ ഭാഗത്തൊക്കെ ധാരാളം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ബിസിനസ്സിൽ വന്നിട്ട് അച്ചീവറായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും, വിശ്വാസം. ആരൊക്കെയാണോ ഈ ബിസിനസ്സിനെ വിശ്വസിച്ചത്, ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം വളർത്തിയെടുത്തത്, അവർ മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിക്കൂ. അപ്പം ഈ ബിസിനസ്സിൽ ആദ്യം നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് വിശ്വാസം എന്നുള്ളത്. ബിലീഫ് ലെവൽ പറഞ്ഞു നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തടസ്സങ്ങളെല്ലാം മാറും. നമ്മുടെ മുന്നിൽ ഒരു തടസ്സവും ഇല്ലാതായിട്ട് മാറും. കാര്യം അനൂപ് സാറും അനീഷ് സാറും മൊബിൻ സാറും ഒക്കെ നല്ലൊരു വഴി നമുക്ക് മുന്നിൽ തെളിയിച്ചിട്ടിട്ടുണ്ട്. ആ വഴിയിലൂടെ പോയാൽ മതി. കാടും മേടും ഒക്കെ ഉണ്ടായിരുന്ന ആ വഴികൾ അവർ വെട്ടിമാറ്റി ഹൈവേ പോലെ ആക്കിയിരിക്കുകയാണ്.
നമുക്ക് ഏത് വാഹനം വേണമെങ്കിലും എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴി തെളിയിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത്, അതായത് അനൂപ് സാറിന്റെ ഒക്കെ കൂടെ അന്ന് ഞാൻ ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകാൻ നേരത്ത് അവരോട് പോകുമായിരുന്നു. അന്ന് അവർക്കുണ്ടായിരുന്നത് 1,00,000 കിലോമീറ്റർ കൂടുതൽ ഓടി, 1,50,000 കിലോമീറ്ററോളം ഓടിയ ഒരു ലാൻസർ. അതായത് അവരുടെ വീട്ടിൽ നിന്ന് ആ വണ്ടി ഇറക്കുമ്പോഴേ എനിക്കറിയാൻ പറ്റും അതിന്റെ പുക ഇവിടെ എത്തും. പിന്നെ അതുകൂടാതെ ഒരു വോക്സ് വാഗന്റെ ഒരു പോളോ, അതും ഏതാണ്ട് 1,50,000 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. ഈ 2 വണ്ടികളാണ് അവർ രണ്ടുപേരും ഈ ബിസിനസ് ഇറങ്ങുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്നത്. വളരെ പഴയ വണ്ടികൾ. അപ്പൊ ആ വണ്ടികളിലാണ് ഞങ്ങൾ ആദ്യമൊക്കെ സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ പോകുമ്പോൾ അവര് പല കഥകൾ പറഞ്ഞ്, പല കാര്യങ്ങൾ പറഞ്ഞ്, പല റിക്രൂട്ട്മെന്റിന് ശ്രമിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞാണ് ഈ വാഹനത്തിൽ പലരെയും കാണാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് എന്തുമാത്രം പ്രയാസപ്പെട്ടാണ് പൈസ സംഘടിപ്പിച്ച് അവര് ആ വണ്ടിക്ക് അടിച്ചിരുന്നത്. കാര്യം 10 ലിറ്റർ അന്ന് ഇന്ന് അടിക്കുന്നത് പോലെ ഫുൾ ടാങ്കോ അല്ലെങ്കിൽ 1000 രൂപയുടെ 2000 രൂപയുടെ ഒന്നും ഡീസലൊന്നും അടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും അവർക്കില്ലായിരുന്നു. 300 രൂപ, 400 രൂപ അല്ലെങ്കിൽ 200 രൂപ അങ്ങനെയൊക്കെ കൊടുത്താണ് ഡീസലൊക്കെ അടിച്ചിരുന്നത്. അതുപോലെ തന്നെ സാധാരണ ഹോട്ടലിലൊക്കെ കയറിയാണ്, തട്ടുകടയിലൊക്കെ കയറിയാണ് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിരുന്നത്. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാം. അവരുടെ ആദ്യകാലം നിങ്ങൾ ഒരുപക്ഷെ അനീഷ് സാറിനെ കാണുന്ന ഒരു അല്പം കൂടെ നല്ല രീതിയിലാണ്. അദ്ദേഹത്തിന് വരുമാനമൊക്കെ കിട്ടി, നല്ല ഹോട്ടലിൽ താമസിക്കുകയും നല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും നല്ല വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ ശേഷമാണ് കോഴിക്കോട്ടുകാർ അദ്ദേഹത്തിനെ കാണുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പേ എനിക്ക് അവരെ രണ്ടുപേരെ അറിയാം. അവർക്ക് ഈ ബിസിനസ്സിൽ ഇന്നത്തെ പോലെ ഒരു ഡയമണ്ട് ലീഡറായിട്ട് മാറാൻ കഴിഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്, വിശ്വാസം. ഈ ഒരു ബിസിനസ്സിൽ അവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ആ ഒന്നുമില്ലാതിരുന്ന സമയത്തും അവർ പ്രവർത്തിച്ചിരുന്നത്. കാര്യം അവരന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വളരെ സ്പഷ്ടമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. കാറിൽ പോകാൻ നേരത്ത് സംസാരിച്ചിരുന്ന കാര്യം അവർ പറഞ്ഞിരുന്നത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഈ ഒരു രംഗത്ത് വരും, ഏറ്റവും നല്ല പ്രൊഫഷണൽസ് ഈ രംഗത്ത് വരും, മറ്റേത് കരിയറിനേക്കാൾ പ്രിഫർ ചെയ്ത് ഈ കരിയറിലേക്ക് വരുന്ന ആൾക്കാർ നാളെ ഈ ബിസിനസ്സിലേക്ക് വരും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഈ ബിസിനസ്സിന്റെ പേര് മാറും. രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല മേഖല ഏതാണെന്ന് ചെറുപ്പക്കാർ ആലോചിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് വരുന്ന ആദ്യത്തെ ഓപ്ഷൻ ഡയറക്റ്റ് സെല്ലിംഗ് ആയിട്ട് മാറും എന്ന് 10 വർഷത്തിന് മുമ്പ് ഞങ്ങൾ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ അവർ പറയുമായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു വിശ്വാസമാണ് അവരെ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലീഡേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്യുക. കാര്യം നമ്മുടെ മുന്നിൽ ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല. എത്രയോ ആൾക്കാര് വളരെ സാധാരണക്കാര്, സംസാരിക്കാൻ കഴിവില്ലാത്തവര്, സുഹൃത്തുക്കളില്ലാത്തവര്, എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് അറിയാൻ പാടില്ലാത്തവര്, നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവര്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന് കിട്ടിയ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവര്, ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവില്ലാത്തവര് ഈ ബിസിനസ്സിൽ വന്ന് ഇന്ന് ITCയും അതിന് മുകളിലോട്ടും ഒക്കെ ആയിക്കഴിഞ്ഞു. എത്രയോ എക്സാമ്പിൾസ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് കേരളത്തില് ഒരു പക്ഷേ ഒരു NDC ലീഡർ പോലും ഇല്ലാതിരുന്ന സമയത്താണ് അനൂപ് സാറും അനീഷ് സാറും എന്നോട് പറഞ്ഞത്, നാളെ ഈ ബിസിനസ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും, ഈ ബിസിനസ് നാളെ ധാരാളം ചെറുപ്പക്കാർ വന്ന് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ബിസിനസ്സായിട്ട് മാറുമെന്ന് ഒന്നും അല്ലാതിരുന്ന സമയത്താണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നതിന് ശേഷവും നമ്മൾ അവിശ്വാസത്തോടു കൂടിയാണ് ഈ ബിസിനസ്സിനെ കാണുന്നതെങ്കിൽ നമ്മൾ ഒന്നും നേടത്തില്ല, ഒന്നുമായി മാറത്തില്ല. അപ്പൊ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ബിസിനസ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും, നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വരുമാനങ്ങളിലേക്ക് എത്തിക്കും എന്ന വിശ്വാസത്തോടു കൂടി മാത്രം, അങ്ങനെയുള്ള വിശ്വാസമുള്ളവർ മാത്രമേ ഈ ബിസിനസ് ചെയ്യാവൂ എന്നൊരു ഉപദേശം കൂടി ഞാൻ പറയുകയാണ്. രണ്ടാമത് ഞാൻ പറയുന്നത്, സെൽഫ് ഇനിഷ്യേറ്റീവ്. ഈ ബിസിനസ്സിൽ വിജയിക്കണം, ആ വിശ്വാസം വേണം നമുക്ക്. ആ വിശ്വാസത്തോടു കൂടി ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഇനിഷ്യേറ്റീവ്. അതായത് ആരും പറയാതെ തന്നെ സ്വയം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ,
രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേക്കണമെന്ന് നമ്മളോട് ആരെങ്കിലും പറയാറുണ്ടോ? കൊച്ചു പിള്ളേരോട് പറയാറുണ്ട് അല്ലേ? നമ്മളോട് പറയാറുണ്ടോ? അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സ് ധരിക്കണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇങ്ങനെയുള്ള മിനിമം കാര്യങ്ങൾ ആരും നമ്മളോട് പറയാറില്ല. അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. ആരും പറയാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും അല്ലേ? അതേപോലെ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ളവരാ. ഇവിടെ ബിസിനസ് തുടങ്ങാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ബിസിനസ് തുടങ്ങിയ ആൾക്കാരാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ പല്ല് തേക്കാൻ നമ്മളോട് ആരും പറയാത്തതുപോലെ, അല്ലെങ്കിൽ കുളിക്കണമെന്ന് ആരും പറയാത്തതുപോലെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സ് ധരിക്കണമെന്ന് ആരും പറയാത്തതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്വയം ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുക. അങ്ങോട്ട് വിളിക്കുക. നമ്മുടെ ലീഡേഴ്സിനെ, അനിൽ സാറിനെയൊക്കെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കണം, സാറേ ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഇന്ന പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ടല്ലോ, ആ പ്രോഗ്രാമിൽ എൻ്റെ റോൾ എന്താണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ അടുത്ത ട്രെയിനിങ് എവിടെയാണ്, അടുത്ത GTS എവിടെയാണ് എന്ന് ലീഡേഴ്സിനെ വിളിച്ച് ചോദിക്കുക. പലരും ലീഡേഴ്സ് രാവിലെ വിളിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ആ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്. പറയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാറില്ല. ലീഡേഴ്സിന്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ഒരു രീതി. അങ്ങനെ പോരാ. ഞാൻ ഈ പറഞ്ഞതുപോലെ സെൽഫ് ഇനിഷ്യേറ്റീവ് എടുക്കും. എല്ലാ കാര്യങ്ങളും ഈ ബിസിനസ്സിൽ നമുക്ക് ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. ട്രെയിനിങ് കിട്ടാത്തവരോടല്ല, ട്രെയിനിങ്ങിന് ശേഷമുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ ബിസിനസ്സിൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടും വളരെ സ്പഷ്ടമായിട്ട് നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളത് ബുക്കും പേനയൊക്കെ എടുത്ത് എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാകാം. അതൊന്ന് വായിച്ചു നോക്കുക, എന്താണ് ഈ ബിസിനസ് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. സെൽഫ് ഇനിഷ്യേറ്റീവ് നിങ്ങളായിട്ട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുക, നടപ്പിലാക്കുക. ഹൗസ് മീറ്റിങ്ങുകൾ ഒരു ബിസിനസ്സിൽ വന്നാൽ ഒരാൾക്ക് തുടക്കം മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ജീവിതത്തിൽ ഒരിക്കലും മാത്രമല്ല, ഒരു മാസത്തിൽ ഒരിക്കൽ വെച്ച് നമുക്കൊരു ഹൗസ് മീറ്റിംഗ് ഒക്കെ നടത്താം. ചില ആൾക്കാർ പറയും, ഞാൻ നടത്തിയിട്ടുണ്ടല്ലോ സാറേ എന്ന് പറയും. അങ്ങനെയല്ല, നടത്തിയിട്ടുണ്ട്, ശരിയാണ്. അടുത്ത മാസം വീണ്ടും നടത്താം. ആ ആദ്യത്തെ ഹൗസ് മീറ്റിംഗിൽ എത്ര പേരെ പങ്കെടുപ്പിച്ചു? 5 or 10 പേരെ ആയിരിക്കും പങ്കെടുപ്പിച്ചത്. അത്രയേ ഉള്ളൂ നമുക്ക് സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് ഒരു ഉപദേശം പോലെ തന്നെ കരുതിക്കൂ. സെൽഫ് ഇനിഷ്യേറ്റീവ് എടുക്കുക. ആർക്കും വേണ്ടി കാത്തിരിക്കരുത്. ലീഡേഴ്സിന് വേണ്ടിയാണെങ്കിലും അസോസിയേറ്റ്സിന് വേണ്ടിയാണെങ്കിലും കാത്തിരിക്കരുത്. ഇത് നിങ്ങളുടെ ബിസിനസ്സാണ് എന്ന ചിന്ത 100% ഉണ്ടെങ്കിൽ സെൽഫ് ഇനിഷ്യേറ്റീവ് ഉണ്ടാവും. പലരും കരുതുന്നത് അനൂപ് സാറിന് വേണ്ടിയോ, അല്ലെങ്കിൽ ബെൽനി സാറിന് വേണ്ടിയോ, അനിൽ സാറിന് വേണ്ടിയോ, അല്ലെങ്കിൽ ശൈലേഷ് സാറിന് വേണ്ടിയോ, അനിൽ സാറിന് വേണ്ടിയോ ഒക്കെയാണ് ഈ ബിസിനസ് ചെയ്യുന്നുള്ളത്. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ അകത്ത് ലീഡർ ആകാൻ പറ്റില്ല, അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റില്ല. സെൽഫ് ഇനിഷ്യേറ്റീവ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സെൽഫ് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത്, ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ കൂടി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന ധാരാളം ആൾക്കാർ ഭ്രമരം എന്ന പ്രോഗ്രാമിൽ സ്റ്റേജിൽ കാറ് വരെ കയറ്റി അച്ചീവ്മെന്റ്സ് നേടി. സ്വാഭാവികമായിട്ടും എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയൊരു സമയമാണ്. എനിക്കും ആകാമായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ എന്ന്. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ വന്നത് സങ്കടമാണെങ്കിൽ പോലും അന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു. നാളെ അവരോടൊപ്പം എത്തണം. കാര്യം ഞാൻ ബിസിനസ് തുടങ്ങി ഏതാണ്ടൊരു 2.5 വർഷം കഴിഞ്ഞാണ് ഇതിൽ ആക്റ്റീവ് ആകുന്നത്. 2015 തുടങ്ങിയെങ്കിലും 2018 മാർച്ചിലാണ് ആക്റ്റീവ് ആകുന്നത്, 2.5 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്യാപ്പ് ഉണ്ടായി. മറ്റൊന്നും കൊണ്ടല്ല, അന്ന് ഞാൻ ജോലി ചെയ്തിരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം ബിസിനസ് തുടങ്ങിയതിന് ശേഷം എനിക്കൊരു വാശിയുണ്ടായി. എൻ്റെ മുന്നിൽ പോയ ആൾക്കാർ, ഞാനും കൂടി കൊണ്ടുവന്ന ആൾക്കാർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അവരന്ന് STC, RTC, NTC ഒക്കെ ആയി. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ഒപ്പം എത്തണം. ധാരാളം ആൾക്കാർ അതിന് താഴെയുള്ള DTC, STC ഒക്കെ ആയി. അപ്പം എനിക്ക് എത്തണം, സമയം പോയത് എനിക്ക് പരിഹരിക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. ആ വാശി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് വളരെ പെട്ടെന്ന്, അതായത് 2 വർഷം പോലും ആകുന്നതിന് മുമ്പ് RTC ആകാനും അതിനുശേഷം NTC ആകാനും ഇപ്പോൾ നിലവിൽ CTC ആകാനും പറ്റിയത്. എൻ്റെ പ്രായം ഇന്ന് 62 വയസ്സായി. ഈ ഒരു വയസ്സിലും ഈ ഒരു പ്രായത്തിലും
എനിക്ക് ആവേശത്തോടു കൂടി ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു വാശി എനിക്കുണ്ട്. ആ വാശി ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ആരേക്കാൾ നന്നായിട്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വാശിയോടുകൂടി ബിസിനസ് ചെയ്യാം. എപ്പോഴെങ്കിലും ITC ആയിട്ട് കാര്യമുണ്ടോ? നമ്മളിങ്ങനെ പറയത്തില്ലേ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒരു 20 വയസ്സിൽ, എൻ്റെ മുന്നിൽ ധാരാളം ചെറുപ്പക്കാർ ഇരിപ്പുണ്ട്, ഒരു 20 വയസ്സിലൊരു ബൈക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അവർ സ്കൂളിൽ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചപ്പോഴോ ഒക്കെ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം ഒരു ബൈക്ക്. അത് 20 വയസ്സിൽ തന്നെ അവർക്ക് വാങ്ങിക്കാൻ പറ്റും. അതിന് പകരം ഒരു 60 വയസ്സിൽ ആ ബൈക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് വാശിയോടുകൂടി ഈ ബിസിനസ് ഏറ്റെടുക്കുക. അതായത് ഒരു സമയ ക്ലിപ്തത പാലിച്ച്, അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾ ടാർഗറ്റ് വെച്ചിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഈ ബിസിനസ്സിൽ നമുക്ക് ധാരാളം വരുമാനം കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമുള്ള വരുമാനം കിട്ടും. ഒരുപക്ഷെ അനൂപ് സാറും അനീഷ് സാറും ഒന്നും ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ചിന്തിക്കാത്ത രീതിയിലുള്ള വരുമാനമാണ് ഇന്ന് അവർ മാസം മാസം വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ മുബിൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം നമ്മളിങ്ങനെ കളിയാക്കി പറയത്തില്ലേ, നിക്കറിട്ട് നടക്കുന്ന സമയം മുതൽ എനിക്കറിയാം. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുതൽ, കോളേജിൽ ചങ്ങനാശ്ശേരി NSS കോളേജിൽ MA ഹിന്ദിക്ക് പഠിക്കുന്ന സമയം മുതൽ അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. അതായത് ഏതാണ്ടൊരു 23-24 വർഷത്തിന് മുമ്പ് തൊട്ടേ അദ്ദേഹത്തിനെ പരിചയമുണ്ട്. പക്ഷേ അന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ, ആദ്യമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തി, ഭാവിയിൽ എന്തൊക്കെയാകണം അല്ലെങ്കിൽ എന്തൊക്കെയായി തീരുമെന്ന് തീരുമാനിച്ചുറച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ അന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്കും വലിയ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് ആ ഒരു പ്രായത്തിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അതെല്ലാം നേടണമെന്നുള്ള വാശിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ വാശിയാണ് ഇന്ന് അദ്ദേഹത്തിനെ ഇന്നത്തെ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വാശിയോടുകൂടി ബിസിനസ് ചെയ്യണം. എത്രയോ ആൾക്കാർ നമ്മളെ കളിയാക്കിയിരിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 1-2 സ്ഥലങ്ങളിലൊക്കെ പ്ലാൻ പറയാനായിട്ട് എന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വീട്ടിലോട്ട് കയറാൻ പോലും സമ്മതിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾക്കും അത് ഒരു പക്ഷേ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും അല്ലേ? നമ്മളെ റിജക്റ്റ് ചെയ്ത, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറിയ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ കമന്റ് പറഞ്ഞിട്ടുള്ള എത്രയോ ആൾക്കാർ. ആ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടാവും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധു ഉണ്ടാവും, ഇല്ലേ? അവരങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പോരുകയല്ല വേണ്ടത്. അവരുടെ മുന്നിൽ ഒരു അച്ചീവറായിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു നല്ലൊരു വാഹനം വാങ്ങിച്ച് അവരുടെ മുന്നിലോട്ട് ചെല്ലുക, അല്ലെങ്കിൽ നല്ലൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കി അവരുടെ മുന്നിലോട്ട് ചെല്ലുക. ഇതൊക്കെ ഒരു വാശിയാണ്. അപ്പം ഈ ബിസിനസ്സിൽ ഒരു വാശിയൊക്കെ വേണം. ആ വാശിയാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നെയും ഈ ഒരു വാശി എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ്, അതായത് എന്നെ റിജക്റ്റ് ചെയ്ത ധാരാളം സുഹൃത്തുക്കൾ അന്ന് അവർ പറയുമായിരുന്നു, നമ്മുടെ ചാൾസ് ഉണ്ടല്ലോ, അദ്ദേഹം എന്തോ മണി ചെയിൻ ബിസിനസ് ഒക്കെയാണ് ചെയ്യുന്നത്. ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചടങ്ങിനൊക്കെ പോകുമ്പോഴോ അവരെന്നെ റിജക്റ്റ് ചെയ്യുമായിരുന്നു. എന്നോട് സംസാരിക്കാൻ പോലും അവർക്ക് താല്പര്യമില്ലായിരുന്നു. കാര്യം ഞാൻ എന്തോ മോശമായ കാര്യം ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരുമിച്ച് നിന്ന് സംസാരിക്കും. ഞാൻ ആ കല്യാണത്തിന് പോവുകയാണെങ്കിൽ പോവുക, കാര്യങ്ങൾ നടത്തുക, പെട്ടെന്ന് വരിക. കാര്യം അവരോട് സംസാരിക്കാൻ പോലും ഞാൻ നിൽക്കില്ലായിരുന്നു. കാര്യം അങ്ങനെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കമന്റ് അവർ പറയും, അത് കേൾക്കും, എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോരങ്ങളിലേക്ക് ഞാൻ പോകത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അവരെന്നെ വിളിക്കുമ്പോൾ, ഏതെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോൾ സംസാരിക്കും, ബിസിനസ് എങ്ങനെ പോകുന്നു, മണി ചെയിൻ അല്ല അവർ പറയുന്നത്, ബിസിനസ് എങ്ങനെ പോകുന്നു. എൻ്റെ ഓരോ ഉയരങ്ങളും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഒരു റിട്ടയർ ചെയ്ത ഒരു വ്യക്തി മനസ്സിൽ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യം, 64 ലക്ഷം രൂപയുടെ ബെൻസ് കാർ. ആ കാർ ഞാൻ വാങ്ങിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അവരൊരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഒരു പേസ്റ്റും സോപ്പും ഒക്കെ വിറ്റ് നടക്കുന്ന ഒരു ഡെപ്യൂട്ടി കളക്ടർ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ബെൻസ് കാർ വാങ്ങിക്കുമെന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാറ്റം കാണിച്ചു കൊടുക്കണം. നമ്മുടെ മനസ്സിലൊരു വാശി വേണം. നാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ ആരായി മാറും എന്ന് കാണിച്ചു തരാം.
ആ വാശിയോടുകൂടി ബിസിനസ് ചെയ്യുക. തീർച്ചയായിട്ടും പറ്റും. പറ്റത്തില്ലേ? തീർച്ചയായിട്ടും പറ്റും. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരു ആവേശം കൂടി വേണം. നമുക്ക് മാത്രമല്ല, ടീമില് എന്തുമാത്രം ആവേശം കൊടുക്കാമോ. അതായത് ഇത് ഇന്ന് ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അവസരമാണ് എന്ന ഒരു മെസ്സേജ് നിങ്ങൾ ടീമിൽ കൊടുക്കണം. അല്ലാതെ ഒരു 500, 1000, 2000 രൂപ അധിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. നിങ്ങളുടെ ടീമിലുള്ളവർക്കും തോന്നാൻ പാടില്ല. നമ്മുടെയൊക്കെ ചിന്താഗതി മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് അപ്പുറമുള്ള നേട്ടങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേര് പോലും അറിയാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ സ്വന്തം വീടിന് അപ്പുറവും ഇപ്പുറവും ഒക്കെ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാർഡിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടാത്ത ഒരു അവസരമല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്. ആ അഭിമാനം തീർച്ചയായിട്ടും അതൊരു ആവേശമായിട്ട് മാറണം. ആ ആവേശമാണ് ഈ ബിസിനസ്സിലെ ഉയരങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എത്രയോ ആൾക്കാർക്ക് കിട്ടാത്ത ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിൽ വിജയിച്ച് കാണിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പം ആവേശം വേണം. ആ ആവേശം എല്ലാവരിലേക്കും എത്തിക്കണം. അപ്പം ഏറ്റവും നല്ല ആവേശത്തോടുകൂടി, എൻതൂസിയാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമാക്കി നമ്മുടെ ടീമിനെ മാറ്റുകയാണെങ്കിൽ ആ ടീമില് അത്ഭുതങ്ങൾ സംഭവിക്കും, യാതൊരു സംശയവും വേണം. അപ്പം ചെറിയൊരു ആവശ്യം ഞാൻ പറയട്ടെ. പല ആൾക്കാരും